Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വയറിംഗ് മെയിൻ്റനൻസ് തന്നെയാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വെറൈറ്റി ആയിട്ടുള്ളൊരു മെയിൻ്റനൻസ് ആണ്. അത് പറയാൻ കാര്യം ഞാനിത് അങ്ങനെയല്ല, ഇതൊരു ലൈവായിട്ട് അത് എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ലൈവ് വീഡിയോ ആയിട്ടൊക്കെ തന്നെ എടുത്തിടണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ നടന്നില്ല. കാരണം ഇത് ഒരു വീട്ടിലെ RCCB അഥവാ ELCBയുടെ ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. അപ്പോൾ ആ വീട് വയറിംഗ് ചെയ്ത ഇലക്ട്രീഷ്യനും അതുപോലെ തന്നെ നമ്മുടെ വേറെ ഒന്ന് രണ്ട് ഇലക്ട്രീഷ്യന്മാരും ഒക്കെ ചെന്ന് നോക്കിയ ശേഷം അത് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞ് എല്ലാവരും RCCB ഓരോ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. യാദൃച്ഛികമായിട്ട് മറ്റൊരാൾ വഴി എന്നിലേക്ക് എത്തുകയും ഞാൻ അവിടെ ചെന്ന് ഈ പ്രോബ്ലം കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സോൾവ് ചെയ്യുക മീൻസ് അത് പ്രോബ്ലം റെക്ടിഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ തൊട്ടടുത്ത ദിവസം എന്നെ വിളിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും പിന്നെ വിളിച്ചില്ല. പിന്നെ ഞാൻ അറിയുന്നത് അവരുടെ വീട് വയർ ചെയ്ത ഇലക്ട്രീഷ്യനെ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്തു എന്നാണ്. എന്തായാലും അപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. ഇന്നത്തെ വിഷയം വെറൈറ്റി റീസൺ ഫോർ RCCB ട്രിപ്പിംഗ്. ഇപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് അറിയാമായിരിക്കും. RCCB അഥവാ നമ്മൾ ELCB എന്നൊക്കെ പറയുന്ന RCCB, റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ അല്ലേ. ഇപ്പോൾ ഈ ഇടതുവശത്ത് കാണുന്നത് സിംഗിൾ ഫേസും വലതുവശത്ത് കാണുന്നത് 3 ഫേസുമാണ്. നമുക്ക് പോകാം, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അവിടെ വയറിങ്ങിന് അല്ലെങ്കിൽ ഈ മെയിൻ്റനൻസിന് വേണ്ടി ചെന്ന എല്ലാവരുടെയും കണ്ണ് ആദ്യം പോയത് ഈ സാധനത്തിലേക്കാണ്. എന്താണ് ഇവിടെ ഞാൻ തുറന്ന് കാണിക്കാം. ഇതാണ് സാധനം, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. അപ്പോൾ ELCB ഉണ്ട്, MCB ഉണ്ട്, കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനറേറ്റർ സർക്യൂട്ട് ഡയഗ്രം ചേർത്താണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് ഇവരെല്ലാവരും നോക്കിയത് ഈ ELCB എന്തുകൊണ്ട് കംപ്ലൈന്റ് ആവുന്നു, എന്തുകൊണ്ട് ട്രിപ്പ് ആവുന്നു, അല്ലെങ്കിൽ ELCB ട്രിപ്പ് ആവുന്നു. അപ്പോൾ അതിൽ പലരും പല പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായങ്ങളെ ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഒരു കൂട്ടർ പറഞ്ഞത് ആ AC, അത് പറയാൻ കാരണമുണ്ട്, അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല. ഈ കസ്റ്റമർ അല്ലെങ്കിൽ ആ ക്ലയന്റ് പറഞ്ഞത് രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ട്രിപ്പ് ആവണമെന്നും കൂടുതലും AC ഒരുവിധം തണുത്ത് വരുന്ന സമയത്താണ് ട്രിപ്പ് ആവുന്നതെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ AC കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. ആ AC കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് ആ വീട് വയർ ചെയ്ത ആളെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പറഞ്ഞതിന്റെ പേരിൽ അവർ കമ്പനിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും കമ്പനിയിൽ നിന്ന് AC ടെക്നീഷ്യൻ വന്ന് അത് ടെസ്റ്റ് ചെയ്ത് കാണിക്കുകയും അതിന് കുഴപ്പമില്ലാന്ന് പറയുകയും ചെയ്തു. പിന്നീട് മനസ്സിലായി ആ AC അല്ല, മുകളിലത്തെ രണ്ട് AC ഉണ്ട്. ആ രണ്ടാമത്തെ മുകളിലത്തിലുള്ള AC ഓൺ ചെയ്താൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. അപ്പൊ ACയുടെ പ്രശ്നമല്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് അവര് പുതിയൊരാളിനെ വിളിച്ചത്. അപ്പോൾ ആ ആള് വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് അത് ചിലപ്പോൾ ഫ്രിഡ്ജ് ട്രിപ്പ് ആവുന്നതായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഫ്രിഡ്ജിന്റെ മെയിൻ്റനൻസിന് വേണ്ടി, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ കമ്പനി ടെക്നീഷ്യന്മാരെ ഇങ്ങനെ വിളിച്ച് ഒരുപാട് തുക അവർ കളഞ്ഞിരുന്നു. അപ്പോ അതിലും കുഴപ്പമില്ല എന്ന് കണ്ടപ്പോ മൂന്നാമതൊരു ടീം വന്നു. അവര് പറഞ്ഞു വാട്ടർ ഹീറ്റർ കംപ്ലൈന്റ് ആണ്, നിങ്ങൾ ഹീറ്റർ ഓൺ ചെയ്യുന്നതുകൊണ്ടാണ് പ്രശ്നം വന്നത്. അപ്പൊ അത് കസ്റ്റമർ അതിനെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ കാര്യം. ഞാൻ ഹീറ്റർ അങ്ങനെ ഓൺ ചെയ്യാറില്ല എന്നും ഇപ്പൊ ചൂട് സമയമായതുകൊണ്ട് എനിക്ക് എന്റെ ഹീറ്ററിന്റെ ആവശ്യമില്ല എന്നും അങ്ങനെയല്ല ട്രിപ്പ് ആവുന്നതെന്നും പുള്ളി പറഞ്ഞതിന്റെ പേരിൽ അത് വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. ഇല്ലെങ്കിൽ ആ കസ്റ്റമർ ശരിക്കും ഹീറ്റർ ടെസ്റ്റ് ചെയ്യാൻ കൂടെ കമ്പനിയിൽ നിന്ന് ആളിനെ വിളിക്കേണ്ടി വന്നേനെ. എന്തായാലും അത് നടന്നില്ല. പക്ഷെ ACയും ഫ്രിഡ്ജും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പനിയിൽ നിന്ന് ആള് വന്നു എന്നുള്ളതാണ് ഒരു ദയനീയാവസ്ഥ. അപ്പൊ ഞാനവിടെ ചെന്നിട്ട് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർമാര് പറയുന്നത്, ഇപ്പൊ ഡോക്ടർമാരുടെ അടുത്ത് പറയുമ്പോൾ അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലെ ഞാനത് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ കേട്ട് AC ആണെന്ന് പറഞ്ഞപ്പോൾ നോർമലി എന്റെ മനസ്സിലും ആദ്യം ഞാൻ പറഞ്ഞത് ആ AC ഒന്ന് പരിശോധിക്കണം എന്നാണ്. അപ്പോൾ എന്റെ മറ്റേ ഡിജിറ്റൽ KWH മീറ്ററിന്റെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് വെച്ച് ACയുടെ സ്റ്റെബിലൈസറിന്റെ ഔട്ടിൽ നിന്നും ഞാൻ എടുത്ത് എന്റെ സപ്ലൈ എടുത്ത് അതിലേക്ക് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ ACക്ക് ഒന്നും പ്രശ്നം കണ്ടില്ല. പിന്നെ അവർ പറഞ്ഞു വന്ന ചില കാര്യങ്ങളിൽ, ചില പോയിന്റ്സുകളിൽ ഇങ്ങനെ ഇൻവെർട്ടർ ഉൾപ്പെടെ പലതും ഡിമ്മായി വീണ്ടും സക്കായുന്ന സമയത്താണ് ട്രിപ്പ് ആവുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഒരു ചെറിയ ഐഡിയ വന്നത്. ഇവനായിരിക്കുമോ
പ്രശ്നക്കാരൻ. ഈ സാധനം പിടിയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ICDP സ്വിച്ച് അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ സാധനമായിരിക്കുമോ പ്രശ്നമെന്ന് എനിക്കൊരു ചെറിയ സംശയം തോന്നി. ഞാൻ പുറത്തേക്ക് ഇറങ്ങി, മീറ്റർ ബോക്സിനടുത്തെത്തി. മീറ്റർ ബോക്സ് തുറന്നു. കാഴ്ച എന്ന് പറയുന്നത്, നമ്മൾ കണ്ട കാഴ്ച എന്താണെന്ന് നോക്കണ്ടേ? അതിന്റെ അവസ്ഥ ദേ ഇതായിരുന്നു. അതിങ്ങനെ, ഞാനിപ്പോ AC ഒക്കെ ഓൺ ചെയ്ത സമയമാണ്, അതിങ്ങനെ സ്പാർക്ക് ചെയ്ത് തീ പിടിക്കാനുള്ള ഒരു ലെവലിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ AC ഓഫ് ചെയ്യാൻ പറഞ്ഞു. മീറ്ററിന്റെ താഴെ കട്ടൗട്ട് ഫ്യൂസ് ഊരി. കട്ടൗട്ട് ഫ്യൂസോ നല്ല പഴുത്തിരിക്കുക. ഇതെല്ലാം ചെയ്ത് സപ്ലൈ സോഫ്റ്റ് അങ്ങ് നിർത്തി, ഐസൊലേറ്റ് ചെയ്ത് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇത്രയും ദിവസം ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നില്ലേ, പല പ്രാവശ്യവും എനിക്ക് ഓൺ ഓഫ് ചെയ്തൊക്കെ ആയിരിക്കും നിന്നതെന്ന് പറഞ്ഞു. ഞാൻ ഈ ഒരു പ്രശ്നം എന്തായാലും സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രശ്നമായിരുന്നു. ഇനി ELCV ട്രിപ്പിങ്ങിന് ഇതൊരു കാരണമാകുമോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇന്ന് രാത്രി ഒന്ന് നോക്കൂ. ഇന്ന് രാത്രി ഇതേപോലെ AC ഓൺ ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി എന്നെ ചിന്തിക്കാം. എന്നെ നാളെ വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ പുള്ളിക്കാരൻ എന്നെ വിളിച്ചില്ല. പിറ്റേന്ന് ഞാൻ അദ്ദേഹത്തിനെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഓക്കെ ആയി, ഒരു പ്രശ്നമില്ല, അതായിരുന്നു കംപ്ലൈന്റ്, നമുക്ക് ആ സാധനം ഒന്ന് മാറണമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് മാറാം, പക്ഷെ ഇപ്പോൾ ഇതൊന്നും അങ്ങനെ ഒരു നിലവിൽ അങ്ങനെ ആരും ഉപയോഗിക്കുന്ന സാധനമല്ല. നമുക്കിനി ഉപയോഗിക്കേണ്ട സാധനം ഇതല്ല, പകരം ഈ ഒരു ഐറ്റം വാങ്ങി വയ്ക്കണം. ഇതിന്റെ വീട്ടിലുള്ള ഐസൊലേറ്ററാണിത്. അപ്പൊ ഈ ഐസൊലേറ്റർ സ്വിച്ച് വാങ്ങി വയ്ക്കണം എന്ന് പറഞ്ഞ് അവരൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോ എന്തായാലും പിറ്റെന്നും അവരെന്നെ എന്നെ വിളിക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ ഓക്കെ ആയി എന്ന് പറഞ്ഞ് നമുക്കത് മാറ്റണമെന്ന് പറഞ്ഞ് എത്ര രൂപ ആവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏകദേശം നല്ല കമ്പനികളൊക്കെ ആണെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് താഴെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഉടനെ മാറ്റാം, നാളെയോ മറ്റന്നാളോ തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അറിഞ്ഞത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, 2 ആഴ്ച കഴിഞ്ഞിട്ടും ഞാൻ അറിഞ്ഞത് അവരവരുടെ വീട് വയർ ചെയ്ത് ഇലക്ട്രീഷ്യനെ കൊണ്ട് ഈ സാധനം മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. പിന്നെ വിളിക്കാതിരുന്നതിൽ വിഷമമുണ്ട്. എങ്കിലും ഇതും ഒരു പ്രോബ്ലമായി RCCB ട്രിപ്പിങ്ങിന് വരാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ എല്ലാവർക്കും ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഈ വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ മറ്റു പലർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.